തുടങ്ങണം, പക്ഷെ തുടങ്ങാൻ പറ്റുന്നില്ല. നാളെ നാളെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കും. നമ്മളിൽ പലർക്കും ഈ ഒരു അവസ്ഥയുണ്ടല്ലേ? ഇതിന് പരിഹാരമായി നമുക്ക് വേണ്ടത് ഒരൊറ്റ കാര്യമാണ്: സെൽഫ് ഡിസിപ്ലിൻ. അതെ, ആത്മനിയന്ത്രണം. നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാനുള്ള ആ ഒരു സൂപ്പർ പവർ ഇങ്ങനെ നമുക്ക് സ്വന്തമാക്കാം. വാ, നമുക്ക് നോക്കാം. ഈയൊരാശയം നമ്മുടെ മനസ്സിലുണ്ടാവണം. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. നിങ്ങളൊരു കരയിൽ നിൽക്കുന്നു. അത് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പുറത്തെ കരയിലോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എല്ലാം അവിടെയാണ്. ഈ രണ്ട് കരകളെയും ബന്ധിപ്പിക്കാൻ ഒരൊറ്റ പാലമേ ഉള്ളൂ. അതാണ് ആത്മനിയന്ത്രണം. ആ പാലം നമുക്ക് പണിയാൻ കഴിഞ്ഞാൽ ഏതു വലിയ സ്വപ്നവും നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ പറ്റും. പക്ഷേ പലപ്പോഴും ആ പാലം പണി പകുതിക്ക് വെച്ച് നിന്നുപോവാറില്ലേ? അല്ലെങ്കിൽ ചിലപ്പോൾ തുടങ്ങാൻ തന്നെ നമുക്കൊരു മടിയാണ്. എന്തുകൊണ്ടാണ് നമുക്ക് മുന്നോട്ടു പോകാൻ പറ്റാത്തത്? നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ആ തടസ്സങ്ങൾ എന്തൊക്കെയാണെന്നും അവയെ എങ്ങനെ മറികടക്കാമെന്നും അതാണ് നമ്മളിന്ന് വിശദമായി നോക്കാൻ പോകുന്നത്. ആദ്യത്തെ പ്രശ്നം തന്നെ ചില തെറ്റിദ്ധാരണകളാണ്. ഡിസിപ്ലിൻ എന്ന് കേൾക്കുമ്പോഴേ പലരുടെയും മനസ്സിൽ വരുന്നത് ഭയങ്കര കഷ്ടപ്പാടും സന്തോഷമൊക്കെ വേണ്ടെന്ന് വെക്കുന്നൊരു ജീവിതവുമാണ്. പക്ഷെ സത്യം അതല്ല. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ പെർഫെക്ഷൻ അല്ല, മറിച്ച് സ്ഥിരതയാണ്. എല്ലാത്തിലും 100% ശരിയാവണമെന്നില്ല, പക്ഷെ സ്ഥിരമായി ചെയ്യാൻ ശ്രമിക്കണം. ഇത് ജന്മനാ കിട്ടുന്നൊരു കഴിവൊന്നുമല്ല. ജിമ്മിൽ പോയി മസിലുണ്ടാക്കുന്നത് പോലെ ആർക്കും പതിയെ പതിയെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു കഴിവ് മാത്രമാണ്. അപ്പോൾ ഈ കഴിവ് വളർത്തിയെടുക്കാൻ നമ്മൾ എവിടെ തുടങ്ങണം? ഒരു വലിയ കെട്ടിടം പണിയുന്നതിന് മുൻപ് അതിന്റെ അടിത്തറ ഉറപ്പുള്ളതാക്കണമല്ലോ. അതുപോലെ നമ്മുടെ ആത്മനിയന്ത്രണത്തിന്റെ അടിത്തറ നമുക്ക് ഒരുമിച്ച് പാകാം. അതിന്റെ ആദ്യത്തെ പടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ഒന്നാമത്തെ ടെക്നിക് ഇതാണ്: ചെറിയ ചെറിയ വാഗ്ദാനങ്ങൾ. നമ്മളോട് തന്നെ ചെയ്യുന്ന ചെറിയ വാഗ്ദാനങ്ങൾ. അതായത്, നാളെ മുതൽ ഞാൻ എല്ലാ ദിവസവും 1 മണിക്കൂർ വ്യായാമം ചെയ്യുമെന്ന് വലിയൊരു തീരുമാനമെടുക്കുന്നതിന് പകരം ഞാൻ വെറും 5 മിനിറ്റ് നടക്കാൻ പോകും എന്ന് തീരുമാനിക്കുക. ഒരു പുസ്തകം മുഴുവൻ വായിച്ചു തീർക്കുമെന്നതിന് പകരം ദിവസവും 1 പേജ് വായിക്കും. അത്രയുള്ളൂ. ഇങ്ങനെ വളരെ ചെറിയ വാഗ്ദാനങ്ങൾ നമ്മൾ പാലിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്ക് നമ്മളോട് തന്നെ ഒരു വിശ്വാസം വരും. ഹേയ്, ഞാൻ പറഞ്ഞ കാര്യം ഞാൻ ചെയ്തല്ലോ എന്നൊരു തോന്നല്. ഈ കുഞ്ഞൻ വിജയങ്ങളാണ് ശരിക്കും വലിയ മാറ്റങ്ങളിലേക്കുള്ള ഇന്ധനം. ഒരു ചെറിയ മഞ്ഞുകെട്ട് ഉരുണ്ടു വലുതായി വരുന്നത് പോലെ ഈ ചെറിയ ശീലങ്ങൾ പതിയെ പതിയെ വലിയൊരു മുന്നേറ്റമായി മാറും. ഓക്കെ, അടുത്തത് നമ്മുടെ അടിത്തറയിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം മുൻഗണനകൾ നിശ്ചയിക്കുക എന്നതാണ്. അതായത്, എന്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് തിരിച്ചറിയുക. ദിശയറിയാതെ ഓടിയിട്ട് കാര്യമുണ്ടോ? അതുപോലെയാണ് ഇതും. എങ്ങോട്ടാണ് പോകേണ്ടതെന്നറിയാതെ കഷ്ടപ്പെട്ടിട്ടൊരു കാര്യവുമില്ല, നമ്മുടെ ഊർജം വെറുതെ പോകും. ഇവിടെ നമുക്ക് വലിയ പാറകൾ എന്നൊരാശയം ഉപയോഗിക്കാം. എന്താണിത്? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെയാണ് നമ്മൾ വലിയ പാറകൾ എന്ന് വിളിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ കയ്യിൽ ഒരു വലിയ ഗ്ലാസ് ജാറുണ്ട്, പിന്നെ കുറച്ചു വലിയ പാറകളും ചെറിയ കല്ലുകളും മണലുമുണ്ട്. നിങ്ങൾ ആദ്യം തന്നെ മണലും ചെറിയ കല്ലുകളും നിറച്ചാൽ പിന്നെ വലിയ പാറകൾ വെക്കാൻ അതിൽ സ്ഥലം കാണുമോ? ഇല്ല. ആദ്യം വലിയ പാറകൾ വെക്കണം, എന്നിട്ട് ബാക്കിയുള്ളവയ്ക്ക് സ്ഥലം കണ്ടെത്താം. നമ്മുടെ ജീവിതവും ഇതുപോലെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ ചെയ്തില്ലെങ്കിൽ അത്ര പ്രാധാന്യമില്ലാത്ത അയ്യോ ഇതിപ്പ ചെയ്യണം എന്ന് തോന്നുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുടെ തിരക്കിൽ നമ്മുടെ പ്രധാന ലക്ഷ്യങ്ങൾ മുങ്ങിപ്പോകും. ദിവസം കഴിയുമ്പോൾ ഭയങ്കര തിരക്കായിരുന്നു എന്ന് പറയുന്നതിന് പകരം ഇന്ന് ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്തു എന്ന സംതൃപ്തിയാണ് നമുക്ക് വേണ്ടത്, അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ അടിത്തറ റെഡിയായി. ഇനി അടുത്ത ഘട്ടം, നമ്മുടെ വിജയം എങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാം എന്ന് നോക്കാം. അതായത്, എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഇനി എന്തു ചെയ്യണം എന്ന് കഷ്ടപ്പെട്ട് ആലോചിക്കുന്നതിന് പകരം കാര്യങ്ങൾ ഏതാണ്ട് തനിയെ നടക്കുന്നൊരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക. കേൾക്കുമ്പോൾ കൊള്ളാമല്ലേ? നോക്കാം. ഇവിടെയാണ് നമ്മുടെ അടുത്ത പോയിന്റ് വരുന്നത്. നമ്മുടെ വിൽ പവർ അഥവാ ഇച്ഛാശക്തി ഒരു ഫോണിന്റെ ബാറ്ററി പോലെയാണ്. രാവിലെ ഫുൾ ചാർജായിരിക്കും, പക്ഷെ ദിവസം കഴിയുന്തോറും അത് കുറഞ്ഞുവരും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഈ വിൽ പവറിനെ മാത്രം ആശ്രയിച്ചാൽ നമ്മൾ പെട്ടെന്ന് തളർന്നുപോകും. അതിന് നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കണം. അതിനുള്ള ഏറ്റവും നല്ല വഴിയാണ് നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നത്. ശീലങ്ങൾ നമ്മുടെ ജീവിതത്തെ ഒരു ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് മാറ്റും. നമ്മൾ അധികം ആലോചിക്കാതെ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. ഇതിന് സഹായിക്കുന്ന ഒരു സിമ്പിൾ ടെക്നിക്കുണ്ട്, ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്ന് പറയും. ഇത് വളരെ എളുപ്പമാണ്. നിങ്ങൾ ഓൾറെഡി ചെയ്യുന്ന ഒരു ശീലത്തിന്റെ കൂടെ പുതിയൊരു ശീലം കൂട്ടിച്ചേർക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ കാപ്പി കുടിക്കുന്ന ആളാണെങ്കിൽ ഇങ്ങനെ തീരുമാനിക്കുക: കാപ്പി കുടിച്ചതിന് ശേഷം ഞാൻ 1 മിനിറ്റ് എന്റെ ഡയറി എഴുതും.
അപ്പോൾ കാപ്പി കുടിക്കുന്നത് നിങ്ങളെ പുതിയ ശീലത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കും. സിമ്പിൾ. ഇനി നമ്മുടെ 4ാമത്തെ തന്ത്രം, ഒരു നല്ല ദിനചര്യ അഥവാ റുട്ടീൻ ഉണ്ടാക്കിയെടുക്കുക. റുട്ടീൻ എന്ന് കേൾക്കുമ്പോൾ ചിലർക്ക് തോന്നും, അയ്യോ അതൊരു ജയിൽ പോലെ ബോറിംഗ് അല്ലേ എന്ന്. പക്ഷെ സത്യത്തിൽ ഒരു നല്ല റുട്ടീൻ നമുക്ക് സ്വാതന്ത്ര്യം തരുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തതെന്ത് ചെയ്യണം എന്ന ടെൻഷനും കൺഫ്യൂഷനും ഒഴിവാക്കിത്തരും. നമ്മുടെ തലച്ചോറിന് നല്ല റിലാക്സേഷൻ കിട്ടും. ഇതിലേറ്റവും പ്രധാനം നമ്മുടെ രാവിലത്തെയും രാത്രിയിലെയും ദിനചര്യകളാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അന്നത്തെ ദിവസത്തെപ്പറ്റി ഒരു ധാരണയുണ്ടാക്കുക. അതുപോലെ രാത്രി ഉറങ്ങുന്നതിനു മുൻപ് അടുത്ത ദിവസത്തേക്ക് തയ്യാറെടുക്കുക. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ കൺട്രോൾ നമ്മുടെ കയ്യിലാകും. ഇതുവരെ നമ്മൾ അടിത്തറയിട്ടു, ഒരു സിസ്റ്റം ഉണ്ടാക്കി. ഇനി നമ്മൾ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ്, നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുക. കാരണം ശരിക്കുള്ള പോരാട്ടം നടക്കുന്നത് പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണ്. ആ ആന്തരിക കളിയിൽ എങ്ങനെ വിജയിക്കാമെന്ന് നോക്കാം. 5ാമത്തെ ടെക്നിക്കാണ് ഡിലേ ഗ്രാറ്റിഫിക്കേഷൻ. അതായത് താൽക്കാലികമായി കിട്ടുന്ന ചെറിയ സന്തോഷങ്ങൾക്ക് പകരം ഭാവിയിൽ കിട്ടാൻ പോകുന്ന വലിയ നേട്ടങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാനുള്ള കഴിവ്. ഓരോ നിമിഷവും നമ്മുടെ മുന്നിൽ ഈ ഒരു തെരഞ്ഞെടുപ്പുണ്ട്. ഇപ്പോൾ ഫോണെടുത്ത് ഒരു റീൽസ് കണ്ട് രസിക്കണോ, അതോ നമ്മുടെ ലക്ഷ്യത്തിനു വേണ്ടി കുറച്ചു സമയം ജോലി ചെയ്യണോ? തെരഞ്ഞെടുപ്പ് നമ്മുടേതാണ്. ഇപ്പോ കിട്ടുന്ന ആ ഒരു ചെറിയ സന്തോഷമാണോ, അതോ കുറച്ചു കാലം കഴിഞ്ഞ് കിട്ടാൻ പോകുന്ന വലിയൊരു സംതൃപ്തിയാണോ നമുക്ക് വേണ്ടത്? ഓർക്കുക, ആത്മനിയന്ത്രണം എന്ന് പറയുന്നത് സന്തോഷം വേണ്ടെന്ന് വെക്കലല്ല. അത് നിങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടി നിങ്ങൾ നടത്തുന്ന ഏറ്റവും മികച്ചൊരു ഇൻവെസ്റ്റ്മെന്റാണ്. അങ്ങനെ നമ്മൾ 6ാമത്തെയും അവസാനത്തെയും ടെക്നിക്കിലേക്കെത്തി. ഇത് കുറച്ച് വ്യത്യസ്തമാണ്. അസ്വസ്ഥതകളെ സ്വീകരിക്കാൻ പഠിക്കുക. അതെ, കേട്ടത് ശരിയാണ്. നമ്മളെപ്പോഴും നമുക്ക് എളുപ്പമുള്ള സുഖമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ ഒരിടത്ത് തന്നെ നിന്നുപോകും. ഒരു വളർച്ചയും ഉണ്ടാകില്ല. എപ്പോഴാണോ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത തോന്നുന്നത്, അപ്പോൾ മനസ്സിലാക്കിക്കോളൂ, നിങ്ങൾ വളരുകയാണ്. ആ അസ്വസ്ഥതയാണ് വളർച്ചയുടെ ലക്ഷണം. അപ്പോൾ ചോദ്യമിതാണ്, നിങ്ങൾക്കെപ്പോഴും സുരക്ഷിതമായ ആ കംഫർട്ട് സോണിൽ തന്നെ തുടരണോ, അതോ വളർച്ചയുടെ ലോകമായ ഗ്രോത്ത് സോണിലേക്ക് ഒരു ചുവട് വെക്കണം? അപ്പോൾ ഈ 6 കാര്യങ്ങൾ ചേർന്ന ഒരു ടൂൾ കിറ്റ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. നമുക്ക് പെട്ടെന്നൊന്ന് ഓർത്തു നോക്കാം. 1ാമത്തേത് അടിത്തറ പാകുക, അതായത് ചെറിയ വാഗ്ദാനങ്ങളും മുൻഗണനകളും. 2ാമത്തേത് വിജയം ഓട്ടോമേറ്റ് ചെയ്യുക, ശീലങ്ങളും ദിനചര്യകളും ഉപയോഗിച്ച്. 3ാമത്തേത് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുക, സന്തോഷം വൈകിപ്പിച്ചും അസ്വസ്ഥതകളെ സ്വീകരിച്ചും. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വയ്ക്കുക, ആത്മനിയന്ത്രണം എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് നേടാൻ പറ്റുന്ന ഒരു സൂപ്പർ പവർ അല്ല. അതൊരു യാത്രയാണ്. ഈ യാത്രയിൽ ചിലപ്പോൾ നമ്മൾ വീണുപോകാം. ചില ദിവസങ്ങളിൽ ഒന്നും ചെയ്യാൻ തോന്നില്ല. അതൊന്നും ഒരു പ്രശ്നവുമല്ല. വീണ്ടും എഴുന്നേറ്റ് മുന്നോട്ടു പോകുന്നതിലാണ് കാര്യം. നമ്മൾ ലക്ഷ്യം വെക്കുന്നത് പെർഫെക്ഷൻ അല്ല, മറിച്ച് എല്ലാ ദിവസവുമുള്ള ചെറിയ പുരോഗതിയാണ്. അപ്പോ ഈ യാത്ര തുടങ്ങാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ഞാനൊരു ചോദ്യത്തോടെ ഇത് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ആദ്യം സംസാരിച്ച ആ ചെറിയ വാഗ്ദാനം, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ചെയ്യാൻ കഴിയുന്ന ആ ഏറ്റവും ചെറിയ വാഗ്ദാനം എന്തായിരിക്കും? ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതോ, ഒരു പേജ് വായിക്കുന്നതോ, അതോ വെറും 5 മിനിറ്റ് നടക്കുന്നതോ? ആ ഒരൊറ്റ ചെറിയ ചുവടിൽ നിന്ന് തുടങ്ങട്ടെ നിങ്ങളുടെ വലിയ മാറ്റങ്ങൾ.